മല്ലി പതിവ് പോലെ ഉറക്കമുണർന്ന നേരെ അടുക്കളയിലേക്ക് കയറി. ശൂന്യമായി കിടക്കുന്ന അടുക്കള കണ്ടപ്പോഴാണ് അവൾക്ക് മനസ്സിലായത്, ഇനി മുതൽ ഇതിനകത്ത് ഞാൻ ഒറ്റയ്ക്കാണല്ലോ എന്ന്. അവൾ നിലത്തേക്കിരുന്ന് പൊട്ടിക്കരഞ്ഞു. സേതു അവൾക്ക് എല്ലാമായിരുന്നു. 2 മാസത്തെ പരിചയമുള്ളവെങ്കിലും ഒരു യുഗം അവളുടെ കൂടെ ഉണ്ടായിരുന്നതായി അവൾക്ക് തോന്നി. മരുമകളായല്ല, മകളായി തന്നെയാണ് കണ്ടത്. സ്വന്തം അമ്മയിൽ നിന്നും കിട്ടാത്ത സ്നേഹവും കരുതലുമാണ് സേതു അവൾക്കായി നൽകിയത്. സേതുവിൻ്റെ വിയോഗം അവൾക്ക് വലിയ നഷ്ടം തന്നെയായിരുന്നു. അവളൊന്ന് ശാന്തമായതും മടുപ്പിലേക്ക് ചായയ്ക്ക് വെള്ളം വെച്ചു. ചായയുമിട്ട് അന്വേഷണമുള്ള ചായയുമായി അവൾ മുറിയിലേക്ക് കയറി. കട്ടിൽ അവനെ കാണാതെ അവൾ ബാത്റൂമിലേക്ക് ചെവിയോർത്തു. പൈപ്പിൽ നിന്നും വെള്ളം വീഴുന്ന ശബ്ദം കേട്ടപ്പോൾ അവൾക്ക് മനസ്സിലായി അവൻ അവിടെയുണ്ടെന്ന്. മല്ലിക്കയറിയിരുന്ന ചായ മേശയിലേക്ക് വച്ചപ്പോഴാണ് മേശമിലിരിക്കുന്ന ഡയറി അവളുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഇന്നലെ സേതുവമ്മ തന്ന ഫോട്ടോ ഇതിനകത്താണല്ലോ വെച്ചെന്ന് അവൾക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു. ഇന്നലെ വെപ്രാളത്തിൽ അവൾ അതെടുത്ത് ഒളിപ്പിക്കാൻ മറന്നു പോയിരുന്നു. അവൾ അനീഷ് വരുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കി. വരുന്നില്ലെന്ന് ഉറപ്പ് വരുത്തിയതിനു ശേഷം മല്ലി ഡയറി തുറന്ന ഫോട്ടോ കയ്യിലേക്കെടുത്തു. ഫോട്ടോയിലേക്ക് നോക്കും തോറും അവൾക്ക് പേടി തോന്നി. പെട്ടെന്നാണ് ബാത്റൂമിൻ്റെ ഡോർ തുറന്ന് അനീഷ് പുറത്തേക്ക് ഇറങ്ങിയത്. അനീഷിനെ കണ്ട് മല്ലി കയ്യിലിരുന്ന ഫോട്ടോ ബാഗിലേക്ക് ഒളിപ്പിച്ചു. പെട്ടെന്നുള്ള അവളുടെ വെപ്രാളവും പരവേശവും പിന്നിലേക്ക് മറച്ചു പിടിച്ച കൈയും കണ്ടപ്പോൾ അവളെന്തോ ഒളിപ്പിക്കുന്നതായി അവന് തോന്നി. അവൻ അവൾക്കടുത്തേക്ക് നടന്നു. അവനടുത്തേക്ക് വരും തോറും മല്ലി നിന്ന് വിയർക്കാൻ തുടങ്ങി. എന്താ നിന്റെ കയ്യിൽ? അത് എൻ്റെ കയ്യിൽ ഒന്നുമില്ല. കയ്യിലിരുന്ന ഫോട്ടോ പെട്ടെന്ന് ഡയറിയിലേക്ക് തന്നെ അവൾ ഒളിപ്പിച്ചു വെച്ചതിന് ശേഷം കൈ മുന്നിലേക്ക് കാണിച്ചു പറഞ്ഞു, ഞാൻ ചായ കൊണ്ടുവന്നതാ. മാറി നെല്ലടി അവിടുന്ന്. അവൻ ഉച്ചത്തിൽ അലറിയതും അവൾ പേരുടെ അവിടെ നിന്ന് മാറി നിന്നു. മേശമിലിരുന്ന ഡയറിയിലേക്ക് അവനൊന്ന് നോക്കി. അതിനുശേഷം തിരിഞ്ഞ മല്ലിയെയും. മല്ലി ഇപ്പോൾ തളർന്ന നിലത്തേക്ക് വീഴുമെന്ന അവസ്ഥയിലായി. അവൻ ഡയറി കയ്യിലെടുത്ത് അത് തുറന്നു നോക്കി. അതിനകത്തായി അവൾ ഒളിപ്പിച്ച അവൻ്റെ അച്ഛൻ്റെ ഫോട്ടോ കയ്യിലേക്കെടുത്തു. ഫോട്ടോയിലുള്ള നാരായണൻ്റെ മുഖം കണ്ടപ്പോൾ തലേന്ന് രാത്രിയിൽ ഞാൻ ഉറങ്ങിയെന്ന് കരുതി അവൾ പറഞ്ഞ കാര്യങ്ങളാണ് അവൻ ഓർമ്മ വന്നത്. സ്വന്തം അച്ഛൻ ആരാണെന്നുള്ള അറിയാനുള്ള ഏട്ടൻ്റെ അവകാശമാണ് ഞാനിപ്പോൾ ഇല്ലാതാക്കിയത്. എനിക്ക് മാപ്പ് തരണം. അപ്പോൾ ഇതെൻ്റെ അച്ഛനാണോ? അങ്ങനെയെങ്കിൽ എന്തിനാ ഇവൾ എന്നിൽ നിന്നും ഇത് മറച്ചു പിടിച്ചത്? അവൻ മല്ലിയുടെ മുഖത്തേക്ക് നോക്കി. ഇതാണോ എൻ്റെ അച്ഛൻ? അവനൊരു വിതുമ്പലോടെ ചോദിച്ചു. അതെ, ഇന്നലെ അമ്മ എൻ്റെ കയ്യിൽ ഏൽപ്പിച്ചതാണ് ഏട്ടൻ്റെ കയ്യിൽ തരാൻ. അവന് അച്ഛൻ്റെ ഫോട്ടോയിലേക്ക് നോക്കും തോറും കണ്ണുകൾ നിറഞ്ഞു വന്നു. തന്തയില്ലാത്തവനെന്ന് കൂട്ടുകാർ കളിയാക്കി വിളിച്ചിട്ടുണ്ട്. അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ കുട്ടികൾ പോകുമ്പോൾ എനിക്കും ഇതുപോലെ എന്തെങ്കിലും പോകാൻ പറ്റുമോ എന്ന് ഞാൻ മനസ്സിൽ വല്ലാതെ ആഗ്രഹിച്ചിട്ടുണ്ട്. അച്ഛൻ്റെ കൂടെ കടയിൽ പോകാനും ആ മടിയിലിരിക്കാനും ഞാൻ ഒരുപാട് കൊതിച്ചിട്ടുണ്ട്. എന്നാൽ അമ്മയ്ക്ക് സങ്കടമാകുമെന്ന് കരുതി ഞാനൊന്നും അമ്മയോട് ചോദിച്ചിട്ടില്ല. എൻ്റെ അച്ഛനായിരുന്നോ ജീവനോടെ ഉണ്ടോ എന്ന് പോലും ചോദിച്ചിട്ടില്ല. അവൻ അതൊക്കെ ഓർക്കവേ നെഞ്ചിനകത്ത് വല്ലാത്ത ഭാരം തോന്നി. അവൻ തളർച്ചയോടെ കട്ടിലേക്ക് ഇരുന്നു. അപ്പോൾ എൻ്റെ അച്ഛൻ ഇതാണല്ലേ? എനിക്കും അച്ഛനുണ്ടല്ലേ? പിന്നെ എന്താ അമ്മേ എന്നോട് പറയാതെ? ജീവനോടെ ഉണ്ടെങ്കിൽ എവിടെയാണെങ്കിലും ഈ അമ്മയുടെ മോൻ കണ്ടെത്തി കൊണ്ടുവരില്ലായിരുന്നോ? അവൻ ഏങ്ങി കരഞ്ഞുപോയി. ഇതുവരെ മനസ്സിൽ അടക്കി പിടിച്ച സങ്കടം മുഴുവനും പെരുമഴയെ അവൻ ഒഴുക്കി വിട്ടു. അവൻ്റെ സങ്കടം കാണി മല്ലിയുടെ കണ്ണുകളും നിറഞ്ഞു കവിഞ്ഞു. ഞാൻ ഭയന്ന് സംഭവിച്ചു. ഏട്ടന് അച്ഛനോട് സ്നേഹമാണ്. എവിടെയാണെങ്കിലും അയാളെ കണ്ടെത്തും. ഇനി എൻ്റെ അവസ്ഥ എന്താകും? ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അയാൾക്കറിയില്ലേ? ഏട്ടൻ്റെ ഭാര്യയാണെന്ന് അറിയുമ്പോൾ എന്താകും അവസ്ഥ? എന്നെ വിട്ടു കൊടുക്കണമെന്ന് പറയില്ലേ? അച്ഛന് വേണ്ടി എന്നെ വിട്ടു കൊടുത്താൽ? മല്ലി ഭയത്താൽ നിന്ന് വിറച്ചു. ഇനി ഒരിക്കൽ കൂടി അയാളെ കാണേണ്ടി വരുമല്ലോ. ഇവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടി രക്ഷപ്പെട്ടാലോ? ഇല്ല, അതിനി സാധ്യമല്ല. ഞാനിനി എവിടെ പോയാലും അച്ഛനും മകനും എൻ്റെ പുറകെ തന്നെ കാണും. എന്ത് ഹതഭാഗ്യമാണ് ഞാൻ. അച്ഛൻ താലി കെട്ടിയ പെണ്ണെ തന്നെയല്ലേ മകനും താലി കെട്ടിയത്? അച്ഛനാൽ നശിക്കപ്പെട്ടവൾക്കാണ് മകനൊരു ജീവിതം വച്ചു നീട്ടിയത്. ഈശ്വര, ഇങ്ങനൊരു വിധി മറ്റൊരു പെണ്ണിനും ഉണ്ടാവരുതേ. അവൻ ഫോട്ടോ നെഞ്ചോട് ചേർത്ത് അങ്ങനെ തന്നെ ഇരുന്നു. നിൽക്ക്. മല്ലി മുറിയിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങിയതും അവൻ വീണ്ടും വിളിച്ചു. അവൻ്റെ വിടയിൽ അവളൊന്ന് പേടിക്കാതെ ഇരുന്നില്ല. നീ എന്തിനാ ഈ ഫോട്ടോ എന്നിൽ നിന്ന് ഒളിപ്പിച്ചത്? അത് ഞാൻ ഇന്നലത്തെ ഷോക്കിൽ എല്ലാം ഒന്ന് ശരിയതിന് ശേഷം തരാമെന്ന് കരുതി. അമ്മ വേറെന്തെങ്കിലും നിന്നോട് പറഞ്ഞോ? ഇല്ല. അച്ഛനെക്കുറിച്ചൊന്നും പറഞ്ഞില്ലേ? അത് കുറച്ച് നാൾ മുന്നേ എന്നോട് പറഞ്ഞിരുന്നു. എന്താ അമ്മ പറഞ്ഞത്? മല്ലിന്ന് ആലോചിച്ചു. പറയാം. പറയാതിരുന്നിട്ട് കാര്യമില്ലല്ലോ. അന്ന് സേതു അവളോട് പറഞ്ഞ കഥ മുഴുവനും അവൾ അവനോട് പറഞ്ഞു. അപ്പോൾ എൻ്റെ അമ്മ വലിയ തറവാട്ടിലെയാണ്. എന്നിട്ടാണോ ഇവിടെ ഇങ്ങനെ ആരോരുമില്ലാതെ കഴിഞ്ഞത്? ഇനിയും വ്യക്തമല്ലാത്ത കുറച്ച് ഉത്തരം കൂടെ കിട്ടാനുണ്ട്. ആദ്യം എൻ്റെ അച്ഛനെ കണ്ടുപിടിക്കണം, അതിനുശേഷം അമ്മയുടെ വീട്ടുകാരെ. നീ എൻ്റെ കൂടെ നിൽക്കല്ലേ മല്ലി? നമുക്ക് എൻ്റെ അച്ഛൻ്റെ നാട്ടിലേക്ക് പോയാലോ?
അവൻ്റെ ചോദ്യം കേട്ട് മല്ലി നിന്ന് നടുങ്ങിപ്പോയി. ഇല്ല, എനിക്ക് പറ്റില്ല. അതെന്താ? നിനക്കൊരു ജീവിതം തന്നതല്ലേ ഞാൻ. അപ്പോൾ എനിക്കൊരവസ്ഥ വരുമ്പോൾ നീയല്ലേ എൻ്റെ കൂടെ നിൽക്കേണ്ടത്. ഏട്ടൻ പറയുന്നതൊക്കെ ശരി തന്നെയാണ്. നിങ്ങൾ ദാനമായി തന്നൊരു ജീവിതമാണ് എൻ്റേത്. പക്ഷേ ഇതിൽ കൂടെ എനിക്ക് നിൽക്കാൻ കഴിയില്ല. അതെന്തുകൊണ്ട്? അതിനൊരു കാരണം കാണുമല്ലോ. ഒരു കാരണവുമില്ല. പക്ഷേ എനിക്ക് പറ്റില്ല. അനീഷേട്ടന് അച്ഛനെ തേടി പോകാം. കൂടെ ഞാൻ വരില്ല. ഞാനിവിടെ കഴിഞ്ഞോളാം. പറ്റില്ല. നിൻ്റെ ഭാര്യയായിരിക്കുന്നിടത്തോളം കാലം ഞാൻ എവിടെയാണോ അവിടെ നീയും ഉണ്ടാകണം. ഞാൻ നിങ്ങളുടെ ഭാര്യയല്ല. നിങ്ങൾ താലി കെട്ടിയെങ്കിലും ഞാനങ്ങനെ കണക്കാക്കിയിട്ടില്ല. മല്ലി ഉള്ളിലുള്ള സങ്കടത്തിൻ്റെ പുറത്ത് പെട്ടെന്ന് പറഞ്ഞു. എന്താ നീ പറഞ്ഞേ? നീ എൻ്റെ ഭാര്യയല്ലെന്നോ? അപ്പോൾ പിന്നെ എന്തിനാടി ഞാൻ കെട്ടി താലി ഇങ്ങനെ കഴുത്തിലിട്ടേക്കുന്നേ? അവളുടെ കഴുത്തിൽ കിടന്ന താലി ഉയർത്തി അവൻ ദേഷ്യത്തോടെ ചോദിച്ചു. അത് അത് നിനക്ക് മറുപടിയൊന്നും കാണില്ല. നിന്നെപ്പോലുള്ള എല്ലാവളുമാരും കണക്കാ. ഇനി നീ ഇവിടെ നിൽക്കരുത്. ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തേക്ക് പോകുക. നിനക്ക് എങ്ങോട്ട് വേണമെങ്കിലും പോകാം. എനിക്ക് എൻ്റെ അച്ഛനെ വേണം. അവൻ ദേഷ്യത്തോടെ പറഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിപ്പോയി. മല്ലി ഒരു പൊട്ടിക്കരച്ചിലോടെ നിലത്തേക്കിരുന്നു. ഞാൻ വരില്ല അനീഷേട്ടാ. എനിക്ക് ഒരിക്കൽ കൂടെ അയാളെ കാണാനുള്ള ധൈര്യമില്ല. ഇനി അയാൾ എന്നെ കണ്ടാൽ ഏട്ടൻ്റെ ഭാര്യയാണെന്ന് അറിഞ്ഞാൽ എന്നെ വേണമെന്ന് അയാൾ പറയും. അച്ഛനുള്ള സ്നേഹം കൊണ്ട് ഏട്ടൻ എന്നെ വിട്ടുകൊടുക്കുമോ? എനിക്ക് പേടിയാ. ഞാൻ എങ്ങോട്ടെങ്കിലും പോയിക്കോളാം. അവൾ കരഞ്ഞു തളർന്ന നിലത്തേക്ക് കിടന്നു. കണ്ണുകൾ മെല്ലെ അടഞ്ഞു. മല്ലി, മോളെ എനിക്ക് ഇതെന്തൊരു കിടപ്പാ? ഉണ്ണിയുടെ വിളി കേട്ട് മല്ലി പതിയെ കണ്ണുകൾ വലിച്ചു തുറന്നു. കരഞ്ഞത് കാരണം അവളുടെ മുഖമെല്ലാം ചുവന്ന് തടിച്ചിരുന്നു. ഉണ്ണിയേട്ടാ. അവനെ കണ്ടതും അവൾ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞു. നോക്ക്, നിന്നെ കാണാൻ ആരൊക്കെയാണ് വന്നിരിക്കുന്നതെന്ന്. ഇത് എൻ്റെ അമ്മ. ഇതെൻ്റെ ഒരേ ഒരു പെങ്ങൾ കൃഷ്ണ. ഇവൾ മാത്രമല്ല, നീയും എനിക്ക് പെങ്ങൾ തന്നെയാ. അങ്ങോട്ട് മാറി, ഒരാളെ വന്നിരിക്കുന്നു. ഞാൻ എൻ്റെ ചേച്ചിയുടെ അടുത്തിരുന്നോളാം. കൃഷ്ണ ഉണ്ണി തള്ളി മാറ്റി. മല്ലിയുടെ ഒരു സൈഡിൽ കൃഷ്ണയും മറു സൈഡിൽ അവൻ്റെ അമ്മയും അവൾക്കടുത്തായിരുന്നു. ചേച്ചിക്ക് ഞങ്ങളെ പരിചയം കാണില്ല. എന്നാൽ ഞങ്ങൾക്ക് ചേച്ചിയെ നല്ലോണം അറിയാം. ഏട്ടനെല്ലാം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. മോളെ, ഞങ്ങൾ മരണം അറിഞ്ഞു വന്നതാ. ഈ അമ്മയ്ക്കറിയാം മോളുടെ സങ്കടം. കുട്ടി ജീവനോടെ ഉണ്ടെന്ന് ഉണ്ണി വന്ന് പറഞ്ഞപ്പോൾ ആദ്യം ഞങ്ങൾ വിശ്വസിച്ചില്ല. പിന്നീട് നടന്നതെല്ലാം അവൻ വിശദമായി പറഞ്ഞു. ഇങ്ങോട്ട് വരാൻ ഇരുന്നപ്പോഴാണ് മരണം അറിഞ്ഞത്. ഇന്നലെ വരാൻ കഴിഞ്ഞില്ല. ഏട്ടൻ? അവൾ ഉണ്ണി നോക്കി ചോദിച്ചു. അവൻ പുറത്തുണ്ട്. നിങ്ങൾ സംസാരിക്കേ, ഞാൻ അവനെ ഒന്ന് കാണട്ടെ. ഉണ്ണി പുറത്തേക്കിറങ്ങി. പുറത്ത് കത്തിത്തീർന്ന ചിതിയിലേക്ക് നോക്കി നിൽക്കുന്ന അനീഷിനെ കണ്ട് ഉണ്ണി അങ്ങോട്ടേക്ക് ചെന്നു. പെട്ടെന്ന് തോളിലെ കരസ്പർശം അറിഞ്ഞ് അവൻ ഞെട്ടലോടെ ഒന്ന് തിരിഞ്ഞു നോക്കി. അവളെ കണ്ടോ? അമ്മയും കൃഷ്ണയും കൂടെയുണ്ട്. നീ ഇങ്ങനെ തളർന്നാൽ എങ്ങനാടാ? ജനിച്ചാൽ ഒരിക്കൽ മരണമുണ്ട്. അത് എനിക്കായാലും നിനക്കായാലും. അത് അറിയാഞ്ഞിട്ടല്ല ഉണ്ണി. എൻ്റെ അമ്മ എനിക്ക് എല്ലാമായിരുന്നു. ഇനി ഇല്ലെന്ന് ചിന്തിക്കുമ്പോൾ ഉള്ളിലൊരു നീറ്റൽ പോലെ. അതെല്ലാം മാറും. അമ്മ ആഗ്രഹിച്ചതുപോലെ നിങ്ങൾ സന്തോഷത്തോടെ ഒരു കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ചെറിയ ചെറിയ പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാ വേദനകളെയും മാറ്റും. കുറച്ച് ദിവസത്തേക്ക് നീ അവളെ എൻ്റെ വീട്ടിലേക്ക് ഒന്ന് കൊണ്ടുപോകണം. എല്ലാം ഒന്ന് ഓക്കെ ആയതിനു ശേഷം ഞാൻ വിളിക്കാം. അപ്പോൾ അവളെയും കൊണ്ട് വന്നാൽ മതി. അത് വേണോ? വേണം. എല്ലാം ഒന്ന് കലക്കി തെളിയിക്കാനുണ്ട്. ഞാനിപ്പോഴും വിശ്വസിക്കുന്നില്ല. അവൾ അമ്മയുടെ എല്ലാം പറഞ്ഞിട്ടാണ് അമ്മ പെട്ടെന്നിങ്ങനെ. ഇന്നലെ ഇവിടെ എന്തോ സംഭവിച്ചിട്ടുണ്ടോ? ഇവിടെ ആരോ വന്നുവെന്ന് ലത ചേച്ചി പറഞ്ഞു. അങ്ങനെയെങ്കിൽ ആരാ ഇവിടെ വന്നത്? അവളൊന്നും പറയുന്നുമില്ല. നീ ഇന്ന് അവളോട് സംസാരിക്കണം. ചിലപ്പോൾ നിന്നോട് പറഞ്ഞാലോ? ഞാൻ സംസാരിച്ച് നോക്കാം. ഉണ്ണി അകത്തേക്ക് കയറിയപ്പോൾ അമ്മയുടെ മടിയിൽ തലചായ്ച്ച് കിടക്കുന്ന മല്ലിയാണ് കണ്ടത്. അമ്മേ, കുറച്ച് കട്ടൻ ഇടുവോ? അതിനെന്താ മോനെ, ഞാൻ ഇപ്പോൾ ഇട്ട് തരാം. അയ്യോ വേണ്ട, ഞാൻ ഇട്ട് തരാം. പെട്ടെന്ന് മല്ലി എണീറ്റ് പറഞ്ഞു. മോൾക്ക് നല്ല ക്ഷീണമുണ്ട്, മോൾ കിടന്നു. പിന്നെ ഇത് എൻ്റെ വീട് തന്നെയാ. നിങ്ങളും എൻ്റെ മക്കൾ തന്നെയാ. അപ്പോൾ പിന്നെ ഞാൻ കട്ടൻ ഇടുന്നതിൽ എന്താ പ്രശ്നം? നിങ്ങളിരിക്കെ, ഞാനിവിടുത്തെ അടുക്കളയിൽ പോയി നല്ലൊരു കട്ടനെ വിട്ട് വരാം. അവർ എണീറ്റ് അടുക്കള ലക്ഷ്യമാക്കി പോയി. ഡി, നീ എന്ത് നോക്കിയിരിക്കുക? പോയി അമ്മയെ സഹായിക്കടി. മല്ലിയുടെ അടുത്തിരിക്കുന്ന കൃഷ്ണയെ നോക്കി ഉണ്ണി ചോദിച്ചു. അമ്മ എന്താ കൊച്ചുകുട്ടിയാണോ? അമ്മയ്ക്ക് കട്ടനിടാൻ അറിയില്ലേ? തർക്കുത്തരം പറയുന്നോ? നിന്നെ ഇന്ന് ഞാൻ. അവൻ അടിക്കാനായി കൈ പൊക്കിയതും കൃഷ്ണ എണീറ്റ് പുറത്തേക്ക് ഓടി. കൃഷ്ണ പോയതും ഉണ്ണി മല്ലിയുടെ അടുത്തായിരുന്നു. മോളെ, ഇന്നലെ ഇവിടെ എന്താ സംഭവിച്ചത്? മോള് എന്നോടെങ്കിലും സത്യം പറ. ഉണ്ണിയേട്ടാ, ഇന്നലെ ഇവിടെ രാഘവനും നാരായണനും വന്നിരുന്നു. മല്ലി നടന്നത് മുഴുവനും അവനോട് പറഞ്ഞു. എനിക്ക് പേടിയാ ഉണ്ണിയേട്ടാ, എനിക്ക് പേടിയാ. കേട്ടത് വിശ്വസിക്കാൻ പറ്റാതെ ഇരിക്കുവായിരുന്നു ഉണ്ണി. അപ്പോൾ അനീഷ് നാരായണൻ്റെ മകനാണോ? അതെ ഉണ്ണിയേട്ടാ. അച്ഛൻ്റെ ഫോട്ടോ കണ്ടപ്പോൾ അനീഷ് ഏട്ടൻ ഭയങ്കര കരച്ചിലായിരുന്നു. ഏട്ടൻ അച്ഛനെ തേടി പോകുക, കൂടെ ഞാനും ചെല്ലണമെന്നാ പറഞ്ഞേ. അയാൾ എന്നെ കണ്ടാ നമുക്ക് അവനോട് പറയാമല്ല. വേണ്ട, ഏട്ടനൊന്നും അറിയണ്ട. ഞാനിനി ഇവിടെ നിൽക്കുന്നില്ല, എങ്ങോട്ടെങ്കിലും പോകണം.
നീ എവിടെ പോകാനാ? അങ്ങനെ നിന്നെ അവൻ ഇവിടുന്ന് വിടുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. ഉണ്ണിയേട്ടൻ പോകുമ്പോൾ എന്നെ കൂടെ കൊണ്ടുപോകുമോ? എനിക്കിവിടെ നിൽക്കാൻ പേടിയാ. അയാൾ വീണ്ടും വരുമെന്ന് പറഞ്ഞിട്ടാ പോയത്. നമുക്ക് എൻ്റെ വീട്ടിലേക്ക് പോകാം. എന്താ? പുറത്ത് അവരുടെ സംസാരമെല്ലാം കേട്ട് നിറകണ്ണുകളോടെ അവൻ നിന്നു. മല്ലിയോട് സംസാരിച്ചതിന് ശേഷം അനീഷിനുള്ള കട്ടനുമായി ഉണ്ണി പുറത്തേക്കിറങ്ങി. ദാ ഈ കട്ടൻ കൊടുക്കേ. കയ്യിലിരിക്കുന്ന കട്ടൻ ഉണ്ണി അനീഷിനെ നേർക്ക് നേടി. അവൻ കട്ടൻ വാങ്ങി ഉണ്ണിയുടെ മുഖത്തേക്ക് തന്നെ നോക്കി. അപ്പോൾ എനിക്ക് ജന്മം തന്നവൻ തന്നെയാണല്ലേ ഉണ്ണി, എൻ്റെ അമ്മയുടെ കാലനും. എടാ നീ എങ്ങനെ? ഞാൻ കേട്ടു നിങ്ങൾ സംസാരിക്കുന്നത്. പാവം, അപ്പം തോന്നിയ ദേഷ്യത്തിൽ ഞാൻ അവളെ അടിക്കുകയും ചെയ്തു. ഏയ് അത് സാരില്ലടാ, അതവൾ ചോദിച്ചു വാങ്ങിയതല്ലേ. അവൾക്ക് നിന്നോട് പറയാമായിരുന്നല്ലോ. എനിക്ക് ചില സംശയങ്ങൾ തോന്നി, അതാ നിന്നോട് വരാൻ പറഞ്ഞത്. ആ ഫോട്ടോ കണ്ടപ്പോഴുള്ള അവളുടെ പേടിയും ഇതുവരെ വാ തുറന്ന് സംസാരിക്കാത്തവൾ എന്നോട് എതിർത്ത് സംസാരിച്ചതും കണ്ടപ്പോൾ. ഇനി എന്താ നിന്റെ പ്ലാൻ? അങ്ങോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം? പോണം. അച്ഛനാണെന്ന് പറഞ്ഞ് സ്നേഹിക്കാനല്ല, എല്ലാത്തിനും കണക്ക് ചോദിക്കാൻ. വീട്ടില്ല ഞാൻ അയാളെ. അവൻ്റെ കണ്ണിൽ പക ആളിക്കത്തി. തൽക്കാലം ഇപ്പോൾ അവളൊന്നും അറിയണ്ട. ഞാൻ പറയുമ്പോൾ നിങ്ങൾ അവിടെ എത്തിയാൽ മതി. അങ്ങനെ ആരെയും പേടിച്ച് ഒളിച്ചു കഴിയേണ്ട ആവശ്യം നിനക്കുണ്ടോ ഉണ്ണി? നിനക്കും നിന്റെ നാട്ടിൽ തന്നെ ജീവിക്കണ്ടേ? ജീവിക്കണം. അളിയാ, കിരൺ ഉച്ചത്തിൽ വിളിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയതും പുറത്തേക്ക് ഇറങ്ങിയ കൃഷ്ണയുമായി കൂട്ടിയിടിച്ചു. അവളുടെ കയ്യിലിരുന്ന കട്ടൻ നിലത്തേക്ക് വീണു. ഡോ, തനിക്ക് കണ്ണില്ലേ? നോക്കി നടന്നോടെ. മുന്നിൽ നിൽക്കുന്ന പെൺകുട്ടിയിൽ കിരണിന്റെ കണ്ണുകൾ ഉടക്കി. ഡോ, തന്നോടാ ചോദിച്ചത്, തനിക്ക് കണ്ണില്ലേന്ന്. ആരാ? അതറിഞ്ഞിട്ടിപ്പോ തനിക്ക് എന്ത് വേണം? ഓരോന്നും ഇറങ്ങിക്കോളും കണ്ണും മൂക്കുമില്ലാതെ, അവൾ ദേഷ്യത്തോടെ പറഞ്ഞുകൊണ്ട് പുറത്തേക്കിറങ്ങി. എന്നാലും ഇതാരായിരിക്കും? കിരൺ കുറച്ചു നേരം ആലോചനയോടെ നിന്നതിന് ശേഷം അവളുടെ പുറകെ അവനും പുറത്തേക്കിറങ്ങി.